നമസ്കാരം. പരമശിവന്റെ അനുഗ്രഹം വേണ്ടുവോളമുള്ള 8 നക്ഷത്ര ജാതകർ. ഇവരെ സാക്ഷാൽ പരമശിവൻ ഒരിക്കലും കൈവിടില്ല. ഭഗവാൻ ഇവരെ മുറുകെ പിടിച്ചോളും. ഏതൊരാപത്തിൽ നിന്നും ഇവർ അനായാസം രക്ഷപ്പെടുക തന്നെ ചെയ്യും. ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? എല്ലാ കാര്യത്തിലും തടസ്സങ്ങൾ നേരിടുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? പണം വരുന്നില്ല, ആരോഗ്യം മോശമാകുന്നു, വീട്ടിലാണെങ്കിൽ എപ്പോഴും തർക്കങ്ങൾ, ഒരു കാര്യം ശരിയാകുമ്പോൾ മറ്റൊന്ന് തെറ്റുന്നു. എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? വീട്ടിൽ ഐക്യമില്ലായ്മ, വഴക്ക്, ധനം വരുന്നില്ല, മനസ്സമാധാനം ഇല്ല, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ വീട്ടിൽ പരമശിവന്റെ അനുഗ്രഹം ഉണ്ടോ ഇല്ലയോ എന്ന്. ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി മാത്രം വന്നതാണ്. പരമശിവന്റെ അനുഗ്രഹമുള്ള നക്ഷത്ര ജാതകർക്ക് വേണ്ടി മാത്രം. ഇക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങളിൽ പലരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബുദ്ധിമുട്ടുകൾ, ഒരുപാട് സങ്കടങ്ങൾ അനുഭവിക്കുന്നവരാണ്. ജ്യോത്സ്യന്മാരെ പോയി കാണാറുണ്ട്. അവർ പറയുന്ന ഉപദേശപ്രകാരം ക്ഷേത്രദർശനം നടത്താറുണ്ട്. നിങ്ങൾക്ക് ആദ്യമൊക്കെ ഒരു മാറ്റം വരും. പിന്നീട് കാര്യങ്ങൾ തദൈവ, അതായത് പഴയതുപോലെ തന്നെ ആകും. നിങ്ങൾ ചെയ്യുന്ന എല്ലാ പരിശ്രമവും വിഫലമാകുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ കർമ്മം തടസ്സപ്പെടുന്നത് എന്തുകൊണ്ടാണ്? വീട്ടിൽ നെഗറ്റീവ് എനർജി പ്രവേശിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്ത് ചെയ്താലും നിങ്ങൾക്ക് ഒരു ഉയർച്ച മാത്രം വന്നു ചേരുന്നില്ല. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ശരിയായ ഒരു ഉത്തരം നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല. എന്നാൽ ഉത്തരമുണ്ട്. അത് പരമശിവന്റെ അനുഗ്രഹത്തിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. ഈ വീഡിയോ മുഴുവൻ കാണുക. നിങ്ങൾക്ക് ഉറപ്പായും പ്രയോജനം ലഭിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക. നാളെ പ്രത്യേക പൂജയുണ്ട്. മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേദിച്ച് പൂജയർപ്പിക്കുന്ന നാളെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും, പൂജ ചെയ്യും. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതാണ്. വേദങ്ങളിൽ പറയുന്നു പരമശിവൻ അനുഗ്രഹിക്കുന്ന വീട്ടിൽ ദാരിദ്ര്യം പ്രവേശിക്കില്ല എന്ന്. രോഗങ്ങൾ തൊടില്ല, ദുഷ്ടശക്തികൾ അടുക്കില്ല എന്ന്. ചില നക്ഷത്ര ജാതകർക്ക് ജന്മം കൊണ്ട് തന്നെ പരമശിവന്റെ പ്രത്യേക അനുഗ്രഹമുണ്ട്. ആ നക്ഷത്ര ജാതകർ ഏത് വീട്ടിൽ ജനിക്കുന്നുവോ അവിടെ എന്നും സൗഭാഗ്യമായിരിക്കും. അവിടെ കഷ്ടപ്പാടുകൾ കാണില്ല, അവിടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല. പ്രധാനമായും 8 നക്ഷത്ര ജാതകർക്കാണ് അങ്ങനെയൊരു ഭാഗ്യം വന്നു ചേരുക. നിങ്ങളുടെ നക്ഷത്രം അതിൽ പെടുന്നുണ്ടോ എന്ന് നോക്കുക. ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിലെ ആരെയെങ്കിലും ഒരാളുടെ നക്ഷത്രം മതി നിങ്ങളുടെ വീട്ടിന് സർവൈശ്വര്യം വന്നു ചേരാൻ. അപ്പോൾ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. പരമശിവൻ അനുഗ്രഹിക്കുന്ന ആ 8 നക്ഷത്ര ജാതകർ ഇവരാണ്: കാർത്തിക, പുണർദം, മകം, ചോതി, പൂരാടം, തിരുവാതിര, മകയിരം, രേവതി. ഈ 8 നക്ഷത്രങ്ങളിൽ ഒരെണ്ണം നിങ്ങളുടേതാണോ? എങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും. ഇപ്പോൾ അനുഭവിക്കുന്ന ദുഃഖദുരിതങ്ങളൊക്കെ മാറും. ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കുമൊക്കെ നിങ്ങളെത്തും. ഇനി ഓരോ നക്ഷത്ര ജാതകരെക്കുറിച്ചും വിശദമായി നമുക്ക് നോക്കാം. കാർത്തിക നക്ഷത്രം അഗ്നിദേവന്റെ നക്ഷത്രമാണ്. പരമശിവന് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ പ്രിയപ്പെട്ട നക്ഷത്രം. ഈ നക്ഷത്രക്കാർ ജനിക്കുന്ന വീട്ടിൽ എന്ത് സംഭവിക്കും? അഗ്നിയുടെ ശക്തി ആ വീട്ടിലുണ്ടാകും. എല്ലാ നെഗറ്റീവ് എനർജിയും കത്തിനശിക്കും. രോഗങ്ങൾ വരികയില്ല. വീട്ടിൽ എപ്പോഴും മനസ്സമാധാനവും സന്തോഷവും ഒക്കെ വന്നു ചേരും. കാർത്തിക നക്ഷത്രക്കാർക്ക് ശിവന്റെ അനുഗ്രഹം കൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും ഒരു ദുരിതവും വന്നു ചേരില്ല. പക്ഷേ ആദ്യമൊക്കെ അല്പം ബുദ്ധിമുട്ടും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷേ അത് നിലനിൽക്കില്ല. ഇപ്പോൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറി കാർത്തിക നക്ഷത്ര ജാതകർക്ക്
രക്ഷപ്പെടാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിനങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. പരമശിവൻ്റെ പ്രത്യേക അനുഗ്രഹം നിങ്ങൾക്കുണ്ട്. കാർത്തിക നക്ഷത്രക്കാർ ചെയ്യുന്ന കാര്യങ്ങളിൽ അധികം കോപം പിടിക്കരുത്. കോപം അഗ്നിയെ തിരികെ അഗ്നിക്ക് നിങ്ങളെ കത്തിക്കാൻ കഴിയും. ശാന്തമായിരിക്കുക, ശിവൻ നിങ്ങളെ സംരക്ഷിക്കും. അതായത് കാർത്തിക നക്ഷത്ര ജാതകർക്ക് അല്പം കോപം കൂടുതലാണ്. അപ്പോൾ അവർ കോപമടക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ നക്ഷത്രം കാർത്തികയാണോ? കാർത്തികയാണ് എങ്കിൽ കാർത്തിക എന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യുക. രണ്ടാമത്തെ നക്ഷത്രം പുണർതമാണ്. അതിഥിദേവൻ്റെ നക്ഷത്രം. അതിഥിദേവൻ എന്നാൽ അതിഥിയായി വരുന്നവരെ ദൈവമായി കാണുന്നവൻ. അതാണ് പരമശിവൻ. പുണർതം നക്ഷത്രക്കാരുള്ള വീട്ടിൽ എന്ത് സംഭവിക്കും? ആ വീട്ടിലേക്ക് ഐശ്വര്യം അതിഥിയായി വരും. ധനം ഒരുപാട് വന്നു ചേരും. വീട്ടിൽ സമാധാനമുണ്ടാകും, സന്തോഷമുണ്ടാകും, പുതിയ വീട് വാങ്ങാൻ കഴിയും. അങ്ങനെ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ വന്നു ചേരും. ഏതായാലും പുണർതം നക്ഷത്ര ജാതകർക്ക് ഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്. പുണർതം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ രണ്ടാം അവസരം ലഭിക്കും. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ദുരിത ദുഃഖങ്ങളൊക്കെ മാറും. എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഒക്കെ വന്നു ചേരും. എന്ത് നഷ്ടപ്പെട്ടാലും അത് തിരികെ വരും, ഉറപ്പാണ്. പുണർതം നക്ഷത്രക്കാർ മറ്റുള്ളവരെ വിധേയമായി കാണരുത്. അഹങ്കാരം അനുഗ്രഹത്തെ തടയും. വിനയം നിലനിർത്തുക. ശിവൻ നിങ്ങൾക്ക് കൂടുതൽ തരും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അടുത്ത നക്ഷത്രം മഖമാണ്. കേതുവിൻ്റെ നക്ഷത്രമാണ് മകം. പിതൃക്കളുടെ ആശീർവാദത്തിൻ്റെ നക്ഷത്രം. പരമശിവൻ ഈ നക്ഷത്രത്തെ പ്രത്യേകമായി അനുഗ്രഹിക്കുന്നു. ഈ നക്ഷത്രക്കാരുള്ള വീട്ടിൽ പിതൃക്കളുടെ ആശീർവാദം നിലനിൽക്കും. ആ വീട്ടിൽ കടം വരില്ല, രോഗം ദീർഘമാകില്ല, മക്കളുമാർ ഉന്നതിയിലെത്തും. മകൻ നക്ഷത്ര ജാതകർക്ക് ശിവാനുഗ്രഹം കൊണ്ട് വംശം തന്നെ ഉയരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും, ഉറപ്പാണ്. അപ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിതൃക്കളെ മറക്കരുത്. ശ്രാദ്ധം, അതുപോലെ തന്നെ പിതൃതർപ്പണം ഇവ ചെയ്യാൻ മറക്കരുത്. ചെയ്തില്ലെങ്കിൽ ശിവാനുഗ്രഹം കുറയും. നിങ്ങളുടെ നക്ഷത്രം ഏതാണ്? മകൻ തന്നെയാണോ? അതല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ മകൻ നക്ഷത്രമുണ്ടോ? താഴെ കമൻറ്റ് ചെയ്യണേ. നാലാമത്തെ നക്ഷത്രം ചോതിയാണ്. സൗമ്യത്തിൻ്റെ നക്ഷത്രമാണ്. വാസുദേവതയുടെ അനുഗ്രഹം ഈ നക്ഷത്രത്തിനുണ്ട്. പരമശിവന്റെ കണ്ണ് ചോതി നക്ഷത്രത്തിൽ എപ്പോഴുമുണ്ട്. ഈ നക്ഷത്രക്കാരുള്ള വീട്ടിൽ വിദ്യ വർദ്ധിക്കും, ബുദ്ധി തിളങ്ങും. ആ വീട്ടിൽ ജനിക്കുന്ന കുട്ടികൾ മുന്നേറും. ഞാനീ പറയുന്ന കാര്യം സത്യമാണ്, യാഥാർത്ഥ്യമാണ്, ഉറപ്പാണ്. ചോതി നക്ഷത്ര ജാതകർക്ക് ജ്ഞാനത്തിൻ്റെ അനുഗ്രഹം ലഭിക്കും. ഏത് പരീക്ഷയിലും വിജയിക്കാൻ ശിവൻ ബുദ്ധി നൽകും. ചോതി നക്ഷത്രക്കാർ ആത്മവിശ്വാസം കുറയ്ക്കരുത്. സംശയം ശിവാനുഗ്രഹത്തെ മന്ദഗതിയിലാക്കും. ഞാൻ രക്ഷപ്പെടും എന്ന് വിശ്വസിക്കുക. അടുത്ത നക്ഷത്രം പൂരാടമാണ്. ജലത്തിൻ്റെ ശക്തി. വരുണദേവന്റെ അനുഗ്രഹം. ശിവൻ ഗംഗയെ തൻ്റെ ജടയിൽ സൂക്ഷിച്ചതുപോലെ പൂരാടൻ നക്ഷത്രക്കാരെ ശിവൻ തൻ്റെ ജടയിൽ സൂക്ഷിക്കുന്നു. ഈ നക്ഷത്രക്കാരുള്ള വീട്ടിൽ ധനം ഒഴുകി വരും, ജലം പോലെ. ആ വീട്ടിൽ ഒന്നിനും ഒരു ബുദ്ധിമുട്ടും വരില്ല. തീർച്ചയായിട്ടും ഞാനീ പറയുന്ന കാര്യം സത്യമാണ്, യാഥാർത്ഥ്യമാണ്. നിങ്ങൾ എവിടെ പോയി അന്വേഷിച്ചോ? ഏത് ജോത്സ്യൻ്റെ ഇരിക്കുകയും പോയി അന്വേഷിച്ചോളൂ. ഇത് സത്യമാണ്, ഉറപ്പാണ്. പൂരാടൻ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഭാഗ്യത്തിനു മേൽ ഭാഗ്യമാണ്. പൂരാടൻ നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ ഒരിക്കലും ഒരു ബുദ്ധിമുട്ടും ഇവർ അനുഭവിക്കില്ല. തീർച്ചയായിട്ടും ഇവർ രക്ഷപ്പെടും. പൂരാടൻ നക്ഷത്രക്കാർ ജലത്തെ ബഹുമാനിക്കണം. നദിയിൽ മലിനം ചെയ്യരുത്. ജലം പവിത്രമാണ്. തർപ്പണം ചെയ്യുമ്പോൾ ജലം ഉപയോഗിക്കുക. ഇതുവരെ ഞാൻ പകുതി നക്ഷത്ര ജാതകരെ പറഞ്ഞു. ഇനി 3 നക്ഷത്ര ജാതകർ കൂടി ബാക്കിയുണ്ട്. അതുകൂടി ഒന്ന് കാത്തിരുന്ന് കണ്ടോളുക. 6ാമത്തെ നക്ഷത്രം തിരുവാതിരയാണ്. ശിവന്റെ തന്നെ നക്ഷത്രം. ആർദ്ര നക്ഷത്രം, നടരാജന്റെ നക്ഷത്രം. ഇത് കേൾക്കുന്ന ആരെങ്കിലും ഒരാൾ തിരുവാതിര നക്ഷത്രക്കാരാണോ? എങ്കിൽ നിങ്ങൾ ശിവന്റെ സ്വന്തം മക്കളാണ്. ഈ നക്ഷത്രക്കാരുള്ള വീട്ടിൽ ശിവൻ തന്നെ കാവൽ നിൽക്കുന്നു. ആ വീട്ടിൽ
മരണം പോലും ഭയപ്പെടില്ല. കാലം ശിവനെ തൊടാൻ ധൈര്യപ്പെടില്ല. അത്രയും വലിയ രക്ഷയാണ് ഈ നക്ഷത്രത്തിന്. തിരുവാതിര നക്ഷത്രക്കാർക്ക് സകലവിധ രക്ഷയും ലഭിക്കും. ഏതാപത്തിൽ നിന്നും മാറ്റി നിർത്തും. ഉറപ്പാണ്, സത്യമാണ്. തിരുവാതിര നക്ഷത്രക്കാർ ശിവനെ മറക്കരുത്. തിരുവാതിര ദിവസം ഉപവാസം എടുക്കുക, ശിവപൂജ ചെയ്യുക. അത് അനുഗ്രഹം കൂട്ടും. അടുത്ത നക്ഷത്രം മകയിരമാണ്. അയോഗ്യതയുടെ നക്ഷത്രം. എന്ത് കഷ്ടത വന്നാലും അതിനെ ധൈര്യത്തോടെ നേരിടാൻ കഴിയുന്നവർ. അതുകൊണ്ട് തന്നെ ശിവൻ ഇവരെ പ്രത്യേകം സ്നേഹിക്കുന്നു. ഈ നക്ഷത്രക്കാരുള്ള വീട്ടിൽ യുദ്ധം ചെയ്യേണ്ടി വരും, ബുദ്ധിമുട്ടുകൾ വരും. പക്ഷേ ഓരോ യുദ്ധത്തിനും വിജയിക്കും. ശിവൻ അവരെ കൂടെയുണ്ട്. മകയിര നക്ഷത്ര ജാതകർക്ക് നക്ഷത്രഫലങ്ങൾക്കൊപ്പം നിങ്ങളുടെ കഠിനാധ്വാനം കൂടി ചേരുമ്പോഴേ വലിയ വിജയങ്ങൾ ഉണ്ടാവുകയുള്ളൂ. മകയിര നക്ഷത്രക്കാർ തനിച്ച് പൊരുതുന്നത് നിർത്തണം. ശിവനെ വിളിക്കുക. അങ്ങ് എന്നോടൊപ്പം ഉണ്ട് എന്ന് വിശ്വസിക്കുക. അപ്പോൾ വിജയം ഉറപ്പാണ്. അടുത്ത നക്ഷത്രം രേവതിയാണ്. 27 നക്ഷത്രങ്ങളിൽ അവസാനത്തെ നക്ഷത്രം, പൂർത്തിയുടെ നക്ഷത്രം. പരമശിവൻ ഈ നക്ഷത്രത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു. കാരണം രേവതി എന്നാൽ സമ്പൂർണതയാണ്. ഈ നക്ഷത്രക്കാരുള്ള വീട്ടിൽ എല്ലാം പൂർത്തിയാകും. ആരംഭിച്ച കാര്യങ്ങൾ മുഴുവൻ വിജയിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. ഉറപ്പാണ്. രേവതി നക്ഷത്രക്കാർക്ക് ഐശ്വര്യത്തിൻ്റെ അനുഗ്രഹം ലഭിക്കും. വീട്, വാഹനം, സമ്പത്ത് എല്ലാം ലഭിക്കും. പക്ഷെ ഒരു കാര്യം, ഭാഗ്യം പടിവാതിക്കൽ എത്തുമ്പോൾ അത് നിലനിർത്താൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അധികം സമ്പാദിക്കുമ്പോൾ അഹങ്കാരം വരാതിരിക്കുക. നിങ്ങൾക്കൊരുപാട് സമ്പാദിക്കാൻ കഴിയും, പക്ഷേ അഹങ്കാരം മാറ്റുക. ദാനം ചെയ്യുക, അത് അനുഗ്രഹം നിലനിർത്തും. ക്ഷേത്രദർശനം നടത്തണം. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി അഭിഷേകം നടത്തുക. ഈ 8 നക്ഷത്രങ്ങളിൽ നിങ്ങളുടെ പേരുണ്ടോ? തീർച്ചയായും ഉണ്ട് എങ്കിൽ നിങ്ങൾക്കത് വലിയ നേട്ടവും ഭാഗ്യവുമാണ്. അതല്ല നിങ്ങളുടെ നക്ഷത്രം ഇല്ല എങ്കിൽ അത് പരിഗണിക്കാതെ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറയാം. എല്ലാ തിങ്കളാഴ്ചയും ശിവക്ഷേത്രത്തിൽ പോയി കൂവളമാല സമർപ്പിച്ച് ഓം നമഃ ശിവായ ജപിക്കുക, അഭിഷേകം ചെയ്യുക. അതുമാത്രം ചെയ്താൽ നിങ്ങളുടെ നക്ഷത്രം ഏതായാലും ശിവാനുഗ്രഹം നിങ്ങളെ തേടി വരും. ഉറപ്പാണ്, സത്യമാണ്, യാഥാർത്ഥ്യമാണ്.